അമ്മയുടെ വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തല കൂടി ചേരുകയാണ്. ശ്രീ ജയൻ ചേർത്തല, അമ്മ ഇന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ. പക്ഷേ ഈ അമ്മയുടെ നിലപാട് ഇത്രയും നാൾ വൈകിയതാണ് ഒരു വിമർശനത്തിന് ഇടയാക്കിയത്. അമ്മയ്ക്ക് നിലപാടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. സ്റ്റേജ് ഷോയുടെ തിരക്കൊക്കെ പറഞ്ഞാലും പ്രയോറിറ്റി എന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയായിരുന്നുവല്ലോ. എന്തുകൊണ്ട് അത് മനസ്സിലാക്കുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല? ഇതിനകത്തൊരു സാങ്കേതിക വിഷയം എന്താണെന്ന് വെച്ചാൽ, മഞ്ജുഷ ചോദിക്കുന്നത് ശരിയാണ്. സ്റ്റേജ് ഷോയ്ക്ക് നമുക്ക് ലെസർ പ്രിഫറൻസേ കൊടുക്കാൻ പറ്റൂ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ. പക്ഷേ നമ്മളിത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻകാരും അമ്മയും കൂടെ ചേർന്നിട്ട് കുറെ നാളായിട്ട് പ്രോഗ്രാം പ്ലാൻ ചെയ്യുക, 4 പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയി. അങ്ങനെ മനോരമക്കാർ പറയുന്നു ഞങ്ങൾ പൈസ തന്നാണ്, ഫൈനൽ ഡേറ്റ് 20-21 റെക്കോർഡിംഗ് നടന്നിരിക്കണം. അങ്ങനെ 17ാമത്തെ റിഹേഴ്സൽ തുടങ്ങി. ഇത് 17നോ 18നോ ആണ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. പക്ഷേ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതും ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ചും ഞങ്ങളിൽ ആരും തന്നെ, കാരണം ഞങ്ങളുടെയൊക്കെ ഫോൺ ഓഫായിരുന്നു, ഞങ്ങളൊക്കെ മാരിയറ്റിൽ അപ്പം 3-4 ദിവസമായിട്ട് അവിടെ താമസവും. അപ്പം ഞങ്ങൾ ഈ റൂമിൽ കയറി TV ന്യൂസ് കാണലില്ല, ഞങ്ങളുടെ ഫോണെല്ലാം സ്വിച്ച് ഓഫാണ്, എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം സെക്കൻഡ് ഡേ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ 18ാം തീയതി വൈകിട്ടാണ്, അല്ലെ 19ാം തീയതി വൈകിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്, അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ 18ാം തീയതി വൈകിട്ട് അവിടെ ആൾക്കാരെല്ലാവരും കൂടെ വന്നിട്ടുണ്ട്, ചാനലുകാരെല്ലാം വന്നിട്ടുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പ്രതികരിക്കാൻ. അപ്പൊ സത്യത്തിൽ ഞങ്ങളുടെ അതിന്റെ റിട്ടേൺ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ എന്താണ് ആ റിപ്പോർട്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. അതായിരുന്നു സത്യം. അതുകൊണ്ടാണ് അന്ന് കമ്മിറ്റി മുമ്പാകെ നമ്മൾ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് പോലും അറിയത്തില്ല. അല്ലാതെ ഒരിക്കലും അത് എക്സ്ക്യൂസ് അല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇന്നലെ വെളുപ്പാങ്കാലമായി, അതുകൊണ്ട് താമസിച്ചാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ ഈ 19ാം തീയതി തന്നെ പറഞ്ഞു, എങ്ങനെ എത്ര പ്രശ്നമുണ്ടായാലും അത് നമ്മൾ പഠിച്ച് എത്രയും പെട്ടെന്ന് പ്രതികരിക്കണം, മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അഭിപ്രായം അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. അന്ന് ലാലേട്ടനും സിദ്ദിഖേട്ടനും ഒക്കെ അത് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അപ്പൊ എല്ലാവരും കൂടെ, എല്ലാ ഭാരവാഹികളെയും കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് പഠിക്കാതെ പറയരുതെന്നൊരു അഭിപ്രായം അവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് അത് ഡിലേ ആയത് കേട്ടോ. പക്ഷെ ശ്രീ ജയൻ ചേർത്തല, പൊതുവായ ഒരു ആശങ്ക അമ്മ ഭാരവാഹികൾക്കില്ലായിരുന്നോ? അമ്മയ്ക്കെതിരായ ഒരു റിപ്പോർട്ടാണിത്. അമ്മയുടെ പേര് പലയിടത്തും ഈ റിപ്പോർട്ടിലുണ്ട്. അമ്മയിൽ നിന്ന് പിന്തുണ കിട്ടാത്തതിനാൽ നടിമാർക്ക് കമ്മിറ്റിയിൽ മൊഴി കൊടുക്കേണ്ടി വന്നു. അതിനാൽ പ്രതികരിച്ചാൽ ആരോപണ വിധേയരായവരുടെ ന്യായീകരണം എന്നായി പോകില്ലേ എന്ന പേടിയുണ്ടായിരുന്നില്ലേ ഇത്രയും ദിവസം വിട്ടു നിൽക്കാൻ? ഇതൊന്നുമില്ല. എന്താണെന്നറിയോ മഞ്ജുഷ, ഇതില് ആരൊക്കെയാണ് കമ്മിറ്റി മുമ്പാകെ പിന്നെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതിനൊരു വ്യക്തത നമുക്കില്ല. അപ്പൊ നമ്മള് അമ്മയിലുള്ളവരാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴും സത്യത്തിൽ വ്യക്തതയില്ല. ഈ ഞാനും മഞ്ജുഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്മിറ്റി മുമ്പാകെ ഈ പരാതികൾ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ അമ്മയിലെ മെമ്പർമാരാണോ എന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. പിന്നെ അമ്മയിലെ മെമ്പർമാരാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ആശങ്കയുമില്ല. നമ്മുടെ ആശങ്ക എന്താണെന്നറിയാം, അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മളെ എന്താ അറിയിക്കാതിരുന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ നമുക്ക്. കാരണം അവരുടെ പക്ഷത്ത് തന്നെയാണെന്നേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ അങ്ങനത്തെ ഒരു നമ്മൾ ഈ സംഘടനയുടെ എണ്ണം തന്നെ പറഞ്ഞാൽ മഞ്ജുഷിന് മനസ്സിലാവും. 506 പേരുള്ളതിൽ 250 പേരെ പുരുഷന്മാരുള്ളൂ. 250 ഇല്ല, 246 പേരെ പുരുഷന്മാരുള്ളൂ. 260 പേര് പെണ്ണുങ്ങളാ. ആലോചിച്ച് നോക്ക്. ഞാനൊക്കെ ജയിച്ചു വരുമ്പം ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സംഘടനയുടെ ലേഡീസ് തന്നെയാണ്. എനിക്ക് അവരോട് പ്രതിബദ്ധതയും ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് അമ്മയുടെ മുന്നിൽ പരാതി ഉന്നയിക്കാൻ കഴിയാത്തത് എന്താണ്? ധൈര്യം കിട്ടിയില്ല. ഇപ്പം നമ്മൾ പറയുമ്പം നമ്മൾ ചിന്തിക്കണം, ഇവർ ഉന്നയിച്ചിട്ടുള്ള ഇപ്പം പരാതികളുടെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് നോക്കും, ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ മെമ്പറായിട്ടുള്ള ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ പരാതിപ്പെടുന്ന ആ കാറ്റഗറിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണെന്നറിയാവോ, ഇപ്പം ഇതിനകത്ത് അമ്മയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞ പോലെ മൂത്രത്തിന്റെ പ്രശ്നങ്ങളോ മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തതിന്റെ പ്രശ്നങ്ങളോ അവർക്ക് ഭക്ഷണം കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളോ അവർക്ക് താമസത്തിന്റെ പ്രശ്നങ്ങളോ അവരുടെ മുറിയിൽ പോയി ഒരു കതകിൽ മുട്ടാൻ പറ്റുന്ന ധൈര്യമുള്ള മറ്റ് സ്റ്റാറുകളോ അല്ലെ ടെക്നിക്കൽ സ്റ്റാഫുകളോ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്.
എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടെ സ്കാറ്റേഡ് ആയിട്ട് നമ്മുടെ ഈ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അവര് കുറച്ചുപേര് അവരുമായിട്ടും കമ്മിറ്റി അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഒരു പക്ഷേ അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ആയിരിക്കും എന്നാണ് എന്റെ മനസ്സിലെ കണക്കൂട്ടൽ. എനിക്ക് അറിയില്ല കേട്ടോ, കാരണം അറിയാതെ നമുക്ക് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ കഥകിൽ മുട്ടിയ കാര്യം എന്ന് പറയുന്നത് ആ പരാതി അമ്മ മുൻപാകെ വന്നതാണല്ലോ. അമ്മയ്ക്ക് പരാതി കിട്ടി, നടപടിയില്ല. സത്യമാണ്, ഒരു പരാതി വന്നു. അത് ആക്ച്വലി ഞാനൊക്കെ അമ്മയിൽ ഇപ്പം ഞാനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നടക്കും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഞാനൊക്കെ അമ്മയിൽ മെമ്പർ ആകുന്ന 2009 ഞാൻ ഈ ലെറ്റർ വായിച്ചപ്പോൾ, ഈ പെൺകുട്ടിയുടെ ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പരാതി കൊടുത്തിരിക്കുന്ന 2006 2008 മറ്റോ ആണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനുശേഷം അന്ന് എനിക്ക് തോന്നുന്നു ഇന്നസെന്റ് ഏട്ടനാണ് പ്രസിഡന്റ്, ബാബുചേട്ടനാണ് സെക്രട്ടറി എന്ന് തോന്നുന്നു. അങ്ങനെ അന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഇപ്പം എനിക്ക് റിപ്പോർട്ട് എൻ്റെ മെയിലിൽ കിട്ടുന്നത് ഈ മാസം 20 ഷോയുടെ ഷൂട്ടിംഗ് നടക്കുന്ന റിഹേഴ്സൽ 17, 18, 19 ഷോയുടെ ഫസ്റ്റ് ദിവസം 20 എന്നെ മാലാ പാർവതി, ആർട്ടിസ്റ്റ് മാലയാണ് എന്നെ വിളിച്ചിട്ട് പാർവതി പറയുന്നു, ജയ ഇങ്ങനൊരു പരാതി വന്നു, നമ്മൾ പ്രതികരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ എന്താ അങ്ങനെ ഒരു വിഷയം വരാൻ കാരണം? പറഞ്ഞു അല്ല, ഇത് വർഷങ്ങൾക്ക് മുൻപ് കൊടുത്തതാണ്, അതിന് അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാത്തതുകൊണ്ട് വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ള മെയിലാണ്, ഇതിന് പ്രതികരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു പാർവതി, ഞാനിവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി എന്റെ കൂടെ ഉണ്ട്, ഞാൻ സെക്രട്ടറിയുമായിട്ട് ജോയിന്റ് സെക്രട്ടറിയുമായിട്ട് സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു വലിയ ഇഷ്യൂ ആണ്, നമുക്ക് എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യണം, എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തിട്ട് ഉത്തരം കൊടുക്കാം. ഇതായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്. പക്ഷെ ആ കുട്ടി ദൗർഭാഗ്യവശാൽ ഇപ്പൊ ചാനലിൽ കയറിയിട്ട് ഉത്തരം കിട്ടിയില്ല എന്നൊരു പരാതി പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അത് അമ്മയ്ക്ക് നമ്മുടെ ഭാഗത്ത് ഞങ്ങൾ ഭാരവാഹികൾക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ട് ഞാൻ അതിനെ കാണുന്നു. വെറും ഒരു അബദ്ധമല്ലല്ലോ ശ്രീ ജയൻ ചേർത്തല. 14 18 വർഷങ്ങൾക്ക് മുൻപുള്ള പരാതി നീതി കിട്ടിയിരുന്നുവെങ്കിൽ ഹേമ കമ്മീഷൻ മുമ്പിൽ പോയിട്ടുണ്ടോ? ഹേമ കമ്മിറ്റി സമീപിക്കേണ്ടി വരില്ലായിരുന്നു. അത് അന്ന് അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതായിരുന്നു. അത് സത്യമാണ്. അതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല, ഞാൻ അതിനെ ന്യായീകരിക്കുന്നുമില്ല. അങ്ങനെ ഒരു പരാതി ഇതിന് മുൻപായാലും ഇനിയായാലും വന്നാൽ ഞാൻ ഈ അമ്മയുടെ ഭാരവാഹിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ അതിനെ ഒരിക്കലും ഒരു പരാതി പോലും നിഗ്ലക്ട് ചെയ്യാൻ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല, നമ്മൾ അതിനെ അനുകൂലിക്കത്തുമില്ല. അപ്പോൾ പരാതികൾ വന്നത് വെറുതെയല്ല, മുൻ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് 2006 ഉള്ള ഭാരവാഹികൾക്ക് ഒരുപക്ഷെ പറ്റിയൊരു അബദ്ധമായിരിക്കാം. അതിനെക്കുറിച്ച് നമ്മളിപ്പോ പറയുന്ന അതിൽ മൺമറഞ്ഞു പോയ ആൾക്കാർ വരെയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നസെന്റ് ഏട്ടൻ പ്രസിഡന്റാണ്, അക്കാലത്ത് അദ്ദേഹം മരിച്ചുപോയതാണ്. അപ്പം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ചിലപ്പം എന്തുകൊണ്ടോ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനെ നമ്മൾ വില കുറച്ച് കാണുന്നതല്ല, അന്ന് പറ്റിയൊരു അബദ്ധമാണത്. അതുപോലെ തന്നെ പവർ ഗ്രൂപ്പിനെയും ലഘൂകരിക്കുകയാണ് അമ്മ. പവർ ഗ്രൂപ്പ് എന്ന കാര്യം ഹേമ കമ്മിറ്റി പലയിടങ്ങളിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നടന്മാർ, സംവിധായകർ, മറ്റുള്ള ടെക്നീഷ്യൻസ് ഇവയെല്ലാവരും ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. 10 മുതൽ 15 വരെ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനവും പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റി തന്നെ കണ്ടെത്തുമ്പോൾ അമ്മ പോലുള്ള സംഘടനകൾ എന്തുകൊണ്ട് ഇക്കാര്യം അറിയുന്നില്ല? ശ്രീ ജയൻ ചേർത്തല, ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു. അല്ല, സത്യത്തിൽ ഇപ്പൊ മഞ്ജുഷ പറയുമ്പോൾ ഞാൻ ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല മഞ്ജുഷ. ഇത് സത്യമാണ്, ഉള്ള കാര്യം തുറന്നു പറയാണ്. നമ്മൾ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെന്നേ സിനിമാ മേഖലയ്ക്കകത്തും അമ്മയ്ക്കകത്തും ഉള്ള ഭയങ്കര ഫ്രണ്ട്ഷിപ്പോട് കൂടി നല്ല രസമായിട്ട് നമ്മൾ ഈ ഹയറാർക്കികളൊന്നും ചിന്തിക്കാതെ. ഇപ്പൊ ചിലപ്പോൾ സൂപ്പർ സ്റ്റാറുകളൊക്കെ ചിലപ്പം അവരോട് നമ്മൾക്കൊരു നമ്മൾ തമാശകൾ ഓവറായിട്ട് പറയില്ലായിരിക്കും. പക്ഷെ അല്ലാത്ത നമ്മുടെ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര തമാശകളും പറഞ്ഞ് നമ്മൾ അവരോട് ഇപ്പൊ ലാലേട്ടനായാൽ പോലും മമ്മൂക്കയും ചിരിയും തമാശയുമായിട്ടൊക്കെ നിൽക്കും. ആരും അങ്ങനെ അകന്ന് നിൽക്കുകയോ ഒരു ഹൈപ്പോർ കമ്മിറ്റിയോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ലാലേട്ടനൊക്കെ നമ്മുടെ കൂടെ തമാശകൾ പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. മമ്മൂക്കയായാലും അതെ. വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് മയപ്പെട്ട് വരാനും കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞാൽ പുള്ളിയും ഭയങ്കര കമ്പനിയാണ്. അപ്പൊ നമ്മൾ കാണുന്ന പുറത്തും നോക്കുന്ന ഒരാളെ നോക്കുമ്പോൾ കുറെ ഒരേപോലത്തെ ആൾക്കാർ അങ്ങനെ തോന്നുള്ളൂ. അല്ലാതെ അതിനകത്തൊരു ഏറ്റക്കുറച്ചിലൊന്നും ഇവരുടെ ഒന്നും പെരുമാറ്റത്തിലൊന്നും എനിക്കൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് കള്ളം പറയുന്നതല്ല, ഇതൊരു സത്യമാണ്. ആരും അങ്ങനെ. പക്ഷെ ഇതേ രസം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ശ്രീ ജയൻ ചേർത്തല. ഇതേ ഗ്രൂപ്പ് തന്നെ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു. സംവിധായകൻ വിനയൻ തന്നെ അല്പം മുമ്പും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയി അനുകൂല വിധി നേടിയപ്പോഴൊക്കെ സിനിമയെ നിയന്ത്രിക്കുന്നവരെ കുറിച്ചുള്ള പരാമർശം ആ വിധിയിലും ഉണ്ടായിരുന്നു. അതേ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിലും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പേര് മാറ്റി വിളിച്ചാലും പ്രമുഖരുടെ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോഴും. അതിനെ പവർ ഗ്രൂപ്പ് എന്നോ മറ്റോ മാഫിയ സംഘമെന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും വിശേഷിപ്പിക്കാം.
അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം. പക്ഷെ നമ്മുടെ അറിവ് വെച്ചിട്ടല്ലേ നമുക്ക് ഇതുപോലൊരു ചാനലിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്റെ അറിവിൽ സത്യത്തിൽ ഇല്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഇവിടെ ഇടപഴകുമ്പോഴായാലും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെന്ന്. പക്ഷെ വിനയൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം ചാനലിൽ പറയുന്നത് ഞാൻ കണ്ടു. ചിലപ്പം അദ്ദേഹത്തിന്റെ അനുഭവം ആയിരിക്കാം. എന്തായാലും നമുക്ക് അറിവുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം എന്റെ അറിവിലില്ല, അതാണ് സത്യം. പക്ഷെ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ പേരുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേസെടുക്കാതിരിക്കാൻ ഇത് സർക്കാരിന് ന്യായീകരണവുമാകുന്നുണ്ട്. പക്ഷെ ഈ പേരുകൾ പുറത്തു വരുന്നതല്ലേ നല്ലത്? ഈ ആരോപണ വിധേയരായവരുടെ എല്ലാവരെയും സംശയത്തിലാക്കുന്നതിനേക്കാൾ നിങ്ങൾക്കും അത് തന്നെയല്ലേ നല്ലത്? അല്ല, ഇതിപ്പം മഞ്ജുഷിനും അറിയാവുന്ന പോലെ ഇതൊരു കമ്മിറ്റിയാണ്, ഹേമ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി ഈ സിനിമാ ഫീൽഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു അവബോധം സർക്കാരിന് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്. ഇതിനകത്ത് കുറെ കുഴപ്പങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ടതായിട്ടുണ്ടല്ലോ, നാച്ചുറലി. കാരണം തെളിവുകളും മൊഴികളും എല്ലാം കമ്മിറ്റികളുടെ മുമ്പിൽ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അതിന് പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടത്തി അതിന്റെ തെളിവുകൾ ഹാജരാക്കി അതിൽ കുറ്റക്കാരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതിനൊട്ടും വൈകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എത്രയും പെട്ടെന്ന് അതിനുള്ള ഈ അന്വേഷണ ഏജൻസിയെ നിയോഗിക്കുകയും അവർ അന്വേഷണം നടത്തുകയും ഇല്ലെങ്കിൽ എന്ത് പറ്റും എന്നറിയാം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. എന്റെ മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കില്ലേ, നിന്റെ അച്ഛന്റെ കൂട്ടുകാരും നിന്റെ അച്ഛനും ഒക്കെ കുഴപ്പക്കാരാണോ എന്ന് ചോദിക്കില്ലേ? നമ്മളും സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരല്ലേ. നമ്മൾ തെറ്റുകൾ ചെയ്യാതെ മാന്യമായിട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ആരൊക്കെയോ 1-2 പേരോ അല്ലെങ്കിൽ എത്രയോ പേരാവട്ടെ അവർ ചെയ്ത തെറ്റിന്റെ പാപഭാരം ചുമക്കേണ്ടി വരുന്നത് വലിയ കഷ്ടമല്ലേ ഞങ്ങൾക്ക്? അതുകൊണ്ട് ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അന്വേഷണം നടക്കട്ടെ. എത്രയും പെട്ടെന്ന് ഈ അന്വേഷണത്തിലൂടെ തെറ്റുകാരനെ കണ്ടെത്തട്ടെ എന്ന് പറയുകയാണ്. താങ്കൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അമ്മയിൽ ഭിന്നത ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. വൈസ് പ്രസിഡന്റ് ജഗദീഷ് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞതിനേക്കാൾ പറയുന്നു. താങ്കളുടെ ടോണും കുറച്ചുകൂടി സിദ്ദിഖിനേക്കാൾ കുറച്ചുകൂടി ബലമുള്ളതാണ്. ഈ പരാതി ഇല്ലെങ്കിലും കേസെടുക്കണം എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയാത്തത് എന്തുകൊണ്ടാണ്? ജഗദീഷിനത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലല്ല, സെക്രട്ടറിയും പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. ഇത് അന്വേഷിക്കണം. ഇത് അന്വേഷിച്ച് ഇതിൽ തെറ്റുകാരെ കണ്ടെത്തണം. ഞങ്ങളെ പോലത്തെ നിരപരാധികളായ ആൾക്കാർക്ക് മാന്യമായിട്ട് പുറത്തിറങ്ങി നടക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ദുഷ്പേര് കേൾക്കാൻ താല്പര്യമില്ല. തെറ്റ് ചെയ്തവരെ കൊണ്ടുവരൂ, തെറ്റ് ചെയ്തവരെ കണ്ടെത്തൂ, അവരെ ശിക്ഷിക്കാൻ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ട അവസ്ഥയാണ്. കാര്യം ഈ തൊഴിൽ മേഖലയെ വൃത്തികേടാക്കുന്ന ആൾക്കാരെ നമുക്കും സഹിക്കാൻ വലിയ പ്രയാസമാണ്. മനസ്സിലായില്ലേ? ഈ ഒറ്റപ്പെട്ടതല്ല എന്നാണ് ജഗദീഷ് പറയുന്നത്. പക്ഷേ ഒറ്റപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ട് എത്ര എണ്ണം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇതിപ്പോ നമ്മളെ സംബന്ധിച്ചൊരു ഒറ്റപ്പെട്ട സംഭവം പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. കാര്യം നമ്മളിത് ആദ്യമായിട്ട് അറിയുന്ന സംഭവമാണ്. നമ്മൾക്കിത് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിൽ പോലും ഇങ്ങനെ സംഭവങ്ങൾ ഇത്ര ഇതായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഇത് കാര്യം അറിയാം. ഇപ്പം തൊഴിൽ മേഖലകൾ ഇപ്പം മഞ്ജുഷിനറിയാം, നിങ്ങളുടെ ചാനലുകളിലായാലും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലായാലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലായാലും ഇതുപോലെയുള്ള ഈ പറഞ്ഞ പ്രണയങ്ങളും ഈ മറ്റ് സെക്ഷുവൽ റിലേഷൻസും ഒക്കെ ഒരുപാട് നടക്കുന്ന അത് സമൂഹത്തിൽ മനുഷ്യരാശിക്കുള്ള ഒരു ബന്ധത്തിന്റെ ഒരു പ്രശ്നമാണത്. അത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് സിനിമയിൽ വരുമ്പം ഇത് ഫോഴ്സ്ഫുള്ളായിട്ട് ഇത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ത്രട്ടൺ ചെയ്തുകൊണ്ട് ആൾക്കാരെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലതിനും വശമത ആക്കാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് ഏത് ഫീൽഡിലായാലും അത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് ഇത്ര കണ്ട് ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടം തോന്നിയ ആൾക്കാർ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും താമസിക്കുന്നതും അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഹോട്ടൽ മുറിയെടുത്ത് ഒരു പുരുഷനും സ്ത്രീ ഒരുമിച്ച് താമസിക്കാറുണ്ട്, അവർക്ക് ഇഷ്ടം വന്നാൽ അതിനെ ഒന്നും നമ്മൾ ഇന്റർഫിയർ ചെയ്തിട്ട് കുറ്റക്കാരാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇഷ്ടമില്ലാതെ ഭീഷണിപ്പെടുത്തി വശമതയാക്കുന്നതോ വശമതനാക്കുന്നതോ തെറ്റാണ്. അത് സ്ത്രീക്ക് സംഭവിച്ചാലും പുരുഷനും സംഭവിച്ചാലും അത് തെറ്റാണ്. ആ തെറ്റുകളെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരണം. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തും. നമ്മൾ സംഘടനയുടെ കൂടെ ചലിക്കാൻ അവരെ സമ്മതിക്കില്ല. ജഗദീഷ് പറയുന്ന പോലെ ഒറ്റപ്പെട്ട സംഭവമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. അതേപോലെ തന്നെ ഗണേഷ് കുമാറിനെ പരാമർശിക്കുന്ന ഭാഗവുമുണ്ട്. തിലകനെ സീരിയലിൽ തടഞ്ഞത് ഗണേഷ് കുമാർ ആണ് എന്ന് തന്നെ കൃത്യമായിട്ട് ആ ആത്മ പ്രസിഡന്റ് എന്ന രീതിയിൽ തന്നെ അവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഗണേഷ് കുമാറിന്റെ സ്വാധീനവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിലെ തടസ്സമായി നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും പൊതുസമൂഹം ചോദിക്കുമ്പോൾ അമ്മയ്ക്കും അതിനകത്ത് ഉത്തരം പറയേണ്ടതുണ്ട്.
അല്ല, ബാക്ക് ഫുട്ട് അല്ല, അതിന് വേണ്ട നടപടി എന്താന്ന് നമുക്ക് കമ്മിറ്റി കൂടി തീരുമാനിച്ചെടുത്താൽ പോരെ. അല്ല, അതിനകത്ത് ബാക്ക് ഫുട്ടോ ഫ്രണ്ട് ഫുട്ടോ എന്നുള്ളതല്ല മഞ്ജുഷേ. ആ വിഷയത്തിന് ആസ്പദമായ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളോ ആൻസറുകളോ ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് നമുക്ക് ബാക്കി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ. എന്താ സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയുന്നതല്ലേ ഏറ്റവും നല്ലത്. കാരണം തിലകൻ സാറ് എത്രയോ വർഷമായി തിലകൻ സാർ മൺമറഞ്ഞു പോയി. തിലകൻ സാറിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് വായിക്കുകയും ചെയ്തതാണ്. അപ്പൊ അതിൽ എത്രത്തോളം വസ്തുതയുണ്ടോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് പ്രതികരിക്കുന്നതല്ലേ നല്ലത്. എന്തായാലും ഒരു ടാക്ടിക്കലായുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ അമ്മ എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 5 ദിവസം പ്രതികരിക്കാതിരുന്നിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന ചോദ്യം ഉയർന്നപ്പോൾ ശരി, ഞങ്ങൾ ഇരകൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകുന്ന രീതിയിലുള്ള ടാക്ടിക്കൽ അപ്രോച്ച്. അല്ല, ടാക്ടിക്കൽ എന്നല്ല. നമ്മൾ ദൈവമേ, ഇത് നല്ലത് പറഞ്ഞാലും കുഴപ്പമാവോ മഞ്ജുഷേ? ഇത് ടാക്ടിക്കൽ ഒന്നും അല്ലെന്ന്. ഇത് നമ്മള് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം അതിനെ ഏറ്റവും ശുദ്ധീകരണത്തിലൂടെ നല്ല രീതിയിൽ സംഘടനയ്ക്കും സിനിമയ്ക്കും ഗുണം കിട്ടുമെങ്കിൽ അതാവട്ടെ എന്നുള്ള ഒറ്റ ഉദ്ദേശശുദ്ധിയോടെയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ പ്രസ് കോൺഫറൻസിൽ ഞങ്ങൾ പത്രക്കാര് ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, അപ്പൊ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങള് നിങ്ങളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഒരു ടാക്ടിക്കൽ മീറ്റിംഗും കഴിഞ്ഞിട്ടല്ല, സത്യസന്ധമായിട്ട് അമ്മയുടെ തീരുമാനങ്ങൾ ജനത്തിനോട് പറയുക. ശരി. ഇനിയിപ്പോ പൊതുസമൂഹം ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് എന്ന് വരും ദിവസങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വ്യക്തമാകും. വൈകിപ്പോയതിന്റെ കേട് തീർത്ത് സത്യസന്ധമായിട്ട് അമ്മയുടെ വികാരം ജനങ്ങളെ അറിയിക്കണം. ശരി. നന്ദി ശ്രീ ജയൻ ചേർത്തല, അമ്മ വൈസ് പ്രസിഡന്റ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ഇപ്പോൾ